നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള കുറച്ച് ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു കൊച്ചു വീഡിയോയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണവും ജലദൗർലഭ്യവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധനം വരുത്തുവാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. ഭൂമി അമ്മയാണ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മ. ഭൂമി മനുഷ്യൻ്റേതു മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഓരോ പരിസ്ഥിതി ദിനം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പരിസ്ഥിതിക്ക് മാറ്റം വരുമ്പോൾ ജീവിതത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. പരിസ്ഥിതി സംരക്ഷണത്തിന് മുഖ്യമായ 2 ഭീഷണികളാണ് വനനശീകരണവും പരിസ്ഥിതി മലിനീകരണവും. വനങ്ങൾ വൃക്ഷനിബിഡങ്ങളാണ്. അവ അന്തരീക്ഷത്തിലെ നീരാവിയെ തടഞ്ഞു നിർത്തി തണുപ്പിച്ച് മഴ പെയ്യാൻ സഹായിക്കുന്നു. വനങ്ങൾ ധാരാളമായി വെട്ടിനശിപ്പിക്കുന്നത് മൂലം മഴ കുറയുന്നു. ഇതുനിമിത്തം രൂക്ഷമായ വരൾച്ചയും ജലദൗർലഭ്യവും മറ്റും അനുഭവപ്പെടും. ഇത് രോഗങ്ങൾക്കും കൃഷിനാശങ്ങൾക്കും കടുത്ത ക്ഷാമങ്ങൾക്കും വഴിതെളിക്കും. വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അവ വെട്ടിനശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യാനിടയുണ്ട്. മാത്രവുമല്ല, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം മുതലായവയെ തടയാനും ബുദ്ധിമുട്ടുണ്ടാകും. ചുരുക്കത്തിൽ, വനങ്ങൾ വെട്ടിനശിപ്പിക്കാതെ കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലോറോ കാർബൺ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യുന്നു. കോവിഡിനെ പ്രതിരോധിക്കാൻ രാജ്യങ്ങൾ ഒക്കെയും അടച്ചുപൂട്ടിയപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ച് അത് ഒരു ഗുണകരമായ മാറ്റമായിരുന്നു. പ്രകൃതി ഒരു തിരിച്ചുപിടുത്തത്തിലായിരുന്നു. വായു മലിനീകരണവും ജലമലിനീകരണവും കുറയുന്നതിനും ഇത് കാരണമായി. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തുകൂട്ടുന്ന അതിക്രമങ്ങളാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഓർക്കുക. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പകർത്തി നമ്മുടെ പരിസ്ഥിതിയെ കാത്തു സംരക്ഷിക്കുക. ഞാൻ നഫീസത്തുൽ ഇർഫാന MES ഹയർ സെക്കൻഡറി സ്കൂളിൽ 10D പഠിക്കുന്നു. നന്ദി, നമസ്കാരം.